വിശ്വപൗരനായിരുന്ന ശശി തരൂര് ഇപ്പോൾ ഒരു കൊട്ടാരം വിദൂഷകന്റെ വേഷത്തിലാണ്. രാജസദസ്സിൽ രാജാവിനെയോ അല്ലെങ്കിൽ ചക്രവർത്തിയോ വാഴ്ത്തി പുകഴ്ത്തുക, പ്രശംസിക്കുക, ഇതൊക്കെയാണ് ഒരു കൊട്ടാരം വിദൂഷകന്റെ പ്രധാനപ്പെട്ട ജോലി. ചിലപ്പോൾ അവരെയൊക്കെ രസിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഫലിതങ്ങൾ പറയുകയും വേണം. അല്പസ്വല്പം ബുദ്ധിയുള്ളവർക്കേ ഇത് സാധിക്കത്തുള്ളൂ. രാജാവിനെ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ രാജാവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്തുതിവചനങ്ങൾ പറയുക, അതിലേക്ക് അല്പം ബുദ്ധി വേണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിദൂഷകൻ എത്ര ബുദ്ധിശാലിയാണെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിജീവിയാണെങ്കിലും ഒരു പ്രശംസ പറച്ചിലിനപ്പുറം അല്ലെങ്കിൽ ഒരു തമാശക്കാരൻ എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾക്ക് രാജാവോ അല്ലെങ്കിൽ രാജസദസ്സിലുള്ളവരോ വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാറില്ല. അതേസമയം ചിലപ്പോൾ ചില്ലറ ഒരു മടിശ്ശീലയിലാക്കി ഒരു സമ്മാനം എന്ന നിലയിൽ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ ചില സ്ഥാനമാനങ്ങൾ, പദവികൾ ഒക്കെ അനുവദിച്ചു കൊടുക്കും. അതാണ് ഒരു വിദൂഷകന്റെ, രാജസദസ്സിലെ ഒരു വിദൂഷകന്റെ റോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ റോളിലാണ് നമ്മുടെ ശശി തരൂർ.